ആ വിശ്വാസം മനസ്സിലുറപ്പിക്കാനോ സാധ്യമാകാതെ എന്ത് ധിക്കാരത്തിലാണ് ജീവിതം കഴിച്ചു കൂട്ടിയതെങ്കിൽ അതേ ആ നേരത്ത് ഓർമ്മ വരൂ. തെമ്മാടിയാണെങ്കിൽ അവൻ എന്ത് ചൊല്ലിക്കൊടുത്തിട്ടും കാര്യമില്ല, അവനത് പറയാനാവില്ല. പല പണ്ഡിതന്മാരും അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയതില്ലെന്ന് ഒരനുഭവം അതാ ചില പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി കാണുന്നു. അതാ എന്നും ബാറിൽ കയറി കള്ളു കുടിച്ചിരുന്ന, അതുപോലെ തന്നെ മുഴുക്കുടിയനായി ജീവിച്ചിരുന്ന ധിക്കാരിയായ ഒരു മനുഷ്യൻ, പേരില്ലയാള് മുസ്ലിമാണ്, പേരില്ലയാള് മാപ്പിളയാണ്. അയാളുടെ സമീപത്തേക്ക് മരണം ഹാജരായ നേരത്തെ ഫജാഹു ഇൻസാനുൻ യുലഖിനുഹു ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ ആ മനുഷ്യൻ ആ മരണത്തോടടുത്ത് കൊണ്ടിരിക്കുന്ന നേരത്ത് പറയുകയാണ്, ഇശ്റബ് വസ്തിരി, കുടിക്കൂ, എനിക്ക് കള്ളൊഴിച്ചു തരൂ, എനിക്ക് കള്ളൊഴിച്ചു തരൂ, എനിക്ക് മദ്യം പകർന്നു തരൂ എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യനാവസരത്തിൽ ധിക്കാരിയായ മനുഷ്യൻ ഓർമ്മയിൽ അതാണ് വരുന്നത്. അതാ മറ്റൊരു പണ്ഡിതൻ അനുഭവം എഴുതുകയാണ്. അതാ ഒരു ചതുരംഗം കളിയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കളിയിൽ പ്രശസ്തനായ ഒരു മനുഷ്യൻ, അയാൾ മരണത്തിന്റെ നേരമായപ്പോ അയാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ അയാൾ എന്താണ് ആ കളിയുടെ നേരത്ത് പറയുന്ന ചെക്ക് എന്നാണ് അയാൾ പറയുന്നത്. മറ്റു വർത്തമാനങ്ങൾ അയാൾ പറയുന്നില്ല. അങ്ങനെ തന്നെ തൗഹീദിന്റെ കലിമത്ത് പറയാതെ അയാളും മരിച്ചുപോയി. അനുഭവസ്ഥന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കണം, ജീവിതം മുഴുവനും പാട്ടും സംഗീതവും സിനിമയും സീരിയലുമായി നടന്ന പെണ്ണെ, ജീവിതം മുഴുവനും തോന്നിയാസങ്ങളിലേക്ക് തിരിച്ചിട്ടുള്ള സഹോദര, മരണത്തിന്റെ നേരത്ത് എന്തായിരിക്കും കഥ എന്നോ? ചുറ്റുഭാഗത്തുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നിന്റെ മനസ്സിൽ സിനിമാ നടനാണ്, നിന്റെ മനസ്സിൽ സിനിമാ നടിയാണ്, നിന്റെ മനസ്സിൽ സംഗീതജ്ഞന്മാരാണ്, നിന്റെ മനസ്സിൽ ആട്ടമാണ്, പാട്ടാണ്, പേക്കൂത്താണ്. പക്ഷേ അത് ഭീകരമായ നരകത്തിലേക്ക് തുടക്കമാണെന്നോർത്തുകൊള്ളണം. ചിന്തിച്ചോളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എത്ര ഉപദേശങ്ങൾ കേട്ടാലും പിന്നെയും TV ഓഫ് ചെയ്യാതെ സീരിയൽ കാണുന്ന സഹോദര, സിനിമ കാണുന്ന സഹോദരി, മ്യൂസിക് ഇങ്ങനെ ചെവിയിലേക്ക് അടുത്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച നിലക്ക് ആ പൈശാചികമായ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആനന്ദം കാണുന്ന ചെറുപ്പക്കാരെ, ആനന്ദം കാണുന്ന ചെറുപ്പക്കാരികളെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വേഷം ധരിക്കുന്ന പെണ്ണെ, പരപുരുഷന്മാരെ വശീകരിക്കുന്ന നിലക്ക് തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മുഴപ്പിച്ച് കാണിക്കുന്ന പെണ്ണെ, സ്വന്തം ശരീരത്തിന്റെ വസ്ത്രം അല്ലാഹു പറഞ്ഞതുപോലെ ഉടുക്കാതെ ഖബറിലേക്ക് പോകാൻ നേരത്ത്, മരണത്തിന്റെ നേരത്ത് ആ ചിന്തയിൽ മുഴുവനും ഹറാമിന്റെ ഓർമ്മയാണ് വരുന്നത്. ഹറാമിന്റെ ഓർമ്മയേ വരൂ. നല്ല ഒരു ചിന്ത വരില്ല. തോന്നിവാസത്തിന്റെ ചിന്തകളാ വരുന്നത്. ബാറിൽ കയറി കുടിക്കുന്നവന് ബാറാണ് കണ്ണിൽ വരുന്നത്, സിനിമക്കാരനവന്റെ സിനിമയാണ് ഓർമ്മ വരുന്നത്, അങ്ങനെ പലിശക്കാരന് പലിശയാണ്. ഈ ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ, പരലോകബോധമില്ലാതെ വെറും ബിസിനസ്സിലും തൊഴിലിലും മാത്രം ഏർപ്പെട്ടിട്ട് അല്ലാഹുവിനെ മറന്ന് ജീവിച്ച മനുഷ്യനതാ ആ നേരത്തും അവന്റെ ബിസിനസ്സാണ് ഓർമ്മയിലുള്ളത്. ആരെന്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ടെന്താണ്? ആ ഒരു ബോധമില്ലാതെ, ആ ഒരു ചിന്തയില്ലാതെ അവൻ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നുവെങ്കിൽ അതാ വളരെ മോശപ്പെട്ട അന്ത്യം തന്നെ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ മോശമാണ്, വളരെ മോശമായ അന്ത്യം. നന്നായി ജീവിച്ച എത്രയോ ആളുകൾ അവസാനത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമുക്കറിയില്ലല്ലോ എന്താണ് സ്ഥിതി എന്ന്. പക്ഷേ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി തന്നെ ജീവിപ്പിക്കണേ, സത്യവിശ്വാസികളുടെ കൂടെ നീ എന്നെ ചേർക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിനെ സുദൃഢമാക്കിയെങ്കിൽ മാത്രമേ
ആ നേരത്ത് നമുക്ക് ഖുവ്വത്തുണ്ടാവുകയുള്ളൂ, നമുക്ക് ആ ചിന്തയുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ജീവിതത്തിൽ മുഴുവനും ഉള്ളതെങ്കിൽ അത് മാത്രം ഇങ്ങനെ ഓർത്തിട്ട് വിലപിച്ച് ദുന്യാവിന്റെ കാര്യത്തിലായിക്കൊണ്ട് തന്നെ അള്ളാനെ പറ്റിയുള്ള ആ നിലക്കുള്ള സത്യവിശ്വാസം ഒഴിയാനോ ആ നിലക്ക് കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഫറായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നു. അതിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേദന അത് അസഹനീയമാണ്, ആർക്കും രക്ഷയില്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൊതികളും പ്രയാസങ്ങളും മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. പക്ഷേ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമസ്കാരം പിരിയുന്നതിന്റെ മുമ്പ് നമ്മൾ പറയുന്നില്ലേ, അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത് പോലെ, മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെ പരീക്ഷണം, മരണത്തിന്റെ പരീക്ഷണം, മരണനേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ആ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. എല്ലാ തശഹുദിലും, നിസ്കാരത്തിലെ തശഹുദിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അർത്ഥം അറിഞ്ഞു പറയുന്നുണ്ടോ? മനസ്സിലാക്കി പറയുന്നുണ്ടോ? ചിന്തയോടെ പറയുന്നുണ്ടോ? അങ്ങനെ പറയണം. നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട് ഈ മരണനേരത്തുള്ള ഈ പൈശാചികമായ അവന്റെ ദുർബോധനം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പടച്ചവനെ, ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മരണനേരത്തവൻ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയേറെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, എന്ത് എനിക്ക് നന്നാവണം, ഞാനിനി തെറ്റ് ചെയ്യില്ല, എനിക്ക് എൻ്റെ മരണം നന്നാവണം, എൻ്റെ അന്ത്യം നന്നാവണം. അതൊരാളുടെയും ബോധിപ്പിക്കാനില്ല, എനിക്ക് എൻ്റെ അന്ത്യം നന്നാവണം. ആ ഒരു പ്രാർത്ഥന, ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിന്നും നിലനിർത്തുക. റഹ്മുർ-റഹീമീനായ നാഥൻ സന്തോഷകരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.